എൻ്റെ മാർക്കറ്റിംഗ് പ്ലാനിൻ്റെ പ്രോബ്ലം ആണോ അതോ അവിടെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രോബ്ലം ആണോ എന്നുള്ളത്. ഓക്കെ, നിഷാൻ പറഞ്ഞതിൽ ഒരു മിസ്സിംഗ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് മിസ്സിംഗ് ആണ്. വെൽക്കം ടു അഡോക്സ് ടോക്ക് ഷോ. സോ എൻ്റെ കൂടെ ഉള്ളത് അഡോക്സിൻ്റെ വൺ ഓഫ് കോ ഫൗണ്ടർ ആയിട്ടുള്ള ഫാസിൽ ഉമർ ആണ്. സോ വെൽക്കം ടു അഡോക്സ് ടോക്ക് ഷോ. താങ്ക് യു. എൻ്റെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ആയിരിക്കും, പക്ഷേ അവർ എക്സ്പെക്ട് ചെയ്തത്ര സെയിൽസ് അവിടെ കിട്ടുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താ, അല്ലെങ്കിൽ അവർ മിസ് ചെയ്യുന്ന ഒരു ഫാക്ട് എന്താണ് അതിൽ? പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെയിൽസിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളൊരു സംഗതിയാണ്. ആക്ച്വലി ഇത് മാർക്കറ്റിംഗ് പ്ലാൻ അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അത് സെയിൽസും മാർക്കറ്റിങ്ങിനും ഒരേപോലെ കണക്റ്റഡ് ആയി കിടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കാര്യം അത് സക്സസ് ആണോ അല്ലേ എന്നുള്ളത് മെഷർ ചെയ്യുന്നത് സെയിൽസിൽ അത് എങ്ങനെ ക്ലോസ് ചെയ്തോ ഇല്ലേ എന്നുള്ളതിനെ ഡിപ്പെൻഡഡ് ആണത്. അപ്പോൾ ഇവിടെ മിസ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഇവരെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തൊരു മാർക്കറ്റിംഗ് പ്ലാന് അത് ത്രൂ ഔട്ട് ചാനൽസിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ത്രൂ വരുന്ന എൻക്വയറി സത്യത്തിൽ അത് ബാഡ് ആണോ ബെറ്റർ ആണോ എന്നുള്ളതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ആ ഗ്യാപ്പ് മിസ്സാകുമ്പോഴാണ് ആക്ച്വലി ഇത് നമുക്കത് ഫെയിലിയർ ആയിട്ട് തോന്നുന്നുള്ളത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക, ഒരു ടിപ്പ് എന്താ പറയാൻ പറ്റുക? ശരിക്കും അതിന് റിപ്പോർട്ടിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഡെയിലി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ടീം ഇന്നലെ ഡീൽ ചെയ്തിട്ടുള്ള ലീഡ്സ്, ടോട്ടൽ ലീഡ്സിൽ എത്ര പോസിറ്റീവാണ് നെഗറ്റീവാണ് എന്നുള്ളൊരു മെട്രിക്സ് വെച്ചിട്ട് ഡെയിലി എന്ത് ചെയ്യുക, മാർക്കറ്റിംഗ് ടീമിന് അത് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഈ റിപ്പോർട്ടിംഗ് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണെന്നുള്ളൊരു സംഭവം. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് പ്ലാന് ബെറ്റർ ആണോ അല്ലേ എന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മേജർ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ പെയിന്. ഇപ്പോൾ കറൻ്റ്ലി എങ്ങനെയാണ് ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്, സെയിൽസ് എത്രത്തോളം ബെറ്റർ ആണ് എന്നുള്ള കാര്യമാണ് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോള്, നമുക്ക് എത്തേണ്ട ഒരു ഗോൾ റവന്യൂ അല്ലെങ്കിൽ ഒരു കൗണ്ട് ഓഫ് സെയിൽസ് നമ്മൾ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ട ഒരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ പറ്റിയിട്ടാണ്. ഏത് ടൈപ്പ് ഓഡിയൻസ് ആണ് നമ്മളെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് ബൈ ചെയ്യുന്നത് എന്നുള്ളത്, ദാറ്റ് ഈസ് ബൈ എ പേഴ്സോണ. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ചാനലിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യാം. ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നത് ഓഫ്ലൈൻ ത്രൂ ആണ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ ആണെന്ന് മനസ്സിലാക്കാം. ആ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏത് ചാനലാണെന്ന് പ്രിഫർ ചെയ്യാം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മെസ്സേജ്. ആ മെസ്സേജ് എന്താണ് ഞാൻ കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നതൊരു ക്ലിയർ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യലും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിന് ഒരു ഓഫർ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതുമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എക്സാക്ട്ലി ഗുഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളൊരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. സോ ആക്ച്വലി എന്താണ് ഈ മെസ്സേജ്? മെസ്സേജ് എന്ന് പറഞ്ഞാൽ USP എന്ന് പറയും. അതായത് യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. നമ്മുടെ കമ്പനിക്കുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്, കസ്റ്റമറിന് വളരെ നീഡഡ് ആയിട്ടുള്ള ബെനിഫിറ്റ് ഇതിന് ഷോക്കേസ് ചെയ്യുക. അപ്പോൾ ഇതിന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആക്കി മാറ്റുകയാണ് ആക്ച്വലി ആ മെസ്സേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മേജർ ബ്രാൻഡ് ഇങ്ങനെ ഒരു ചെയ്തത് കണ്ടിട്ടുണ്ടോ? മേജർ ബ്രാൻഡ് നമ്മൾ ഏജൻസിനെ തന്നെ എടുക്കാം. ഓക്കെ, ഏജൻസിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു സർവീസ് അതിൻ്റെ ഒരു എക്സാക്ട്ലി ഒരു യുണീക്ക് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ, അതായത് മാർക്കറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എൻക്വയറി പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് എന്നുള്ളതിൻ്റെ അപ്പുറം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സെയിൽസിൽ നടക്കുന്ന ഒരു സിസ്റ്റത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ ഭാഗത്ത് നിന്ന് സജഷൻസ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളൊരു പ്രോപ്പർ റിപ്പോർട്ടിംഗ് സിസ്റ്റം വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സെയിൽസ് വർക്കിംഗ് ഫ്ലോനെ ബെറ്റർ ആക്കാനും അതുവഴി കൂടുതൽ സെയിൽസ് ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതാണ് ആക്ച്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന യുണീക്ക് ആയിട്ടുള്ള ഒരു സർവീസ്. ഇതിനിപ്പോൾ ഒരു മെസ്സേജ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്ന സർവീസിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സെയിൽസ് സപ്പോർട്ട് സിസ്റ്റം കൂടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംഗതി പറയാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും നീഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സെയിൽസ് അറിയുന്ന ഒരു മാർക്കറ്റർ എന്നുള്ള ഒരു കൺവേ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു പ്ലാന് വർക്കൗട്ടായി, അപ്പോൾ നമ്മൾ അവിടെ എടുക്കേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? അല്ലെങ്കിൽ നമുക്ക് ആ പ്ലാന്
വർക്കൗട്ട് ആയില്ല. അപ്പോൾ നമുക്ക് വാട്ട് നെക്സ്റ്റ്? ഓക്കെ, ആദ്യം ആവാതിരുന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു മാർക്കറ്റിംഗ് പ്ലാൻ എല്ലാ കമ്പനി ചെയ്യുന്ന ഒരു പ്ലാനും സക്സസ് ആവണമെന്നൊരു ഒട്ടും നിർബന്ധമല്ല. അതെ. ഓക്കെ, അപ്പോൾ അത് സക്സസ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, ഡാറ്റ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ. അതിൽ വേറെ ഒന്നും കൂടുതലായി ചിന്തിക്കേണ്ട. കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി പറഞ്ഞാൽ നമ്മളെ ഒരു മണി കത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതെ. പൈസ കത്തിക്കൊണ്ടിരിക്കും അത്. അപ്പോൾ അതോടെ സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തൊരു പ്ലാനിലോട്ട് സ്വിച്ച് ചെയ്യുക. സെക്കൻഡ് തിങ്, നമ്മൾ അത് വർക്കിംഗ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, അതിൽ നിന്ന് എൻക്വയറി വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലായി, അത് ക്ലോസിങ് ആവുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് സ്കെയിൽ ചെയ്യുക. ബഡ്ജറ്റ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 20 ഇപ്പോൾ ഉള്ള കറണ്ട് എമൗണ്ട് നമുക്കൊരു പ്രോപ്പർ ചാനലിൽ നിന്ന് നമുക്ക് റിസൾട്ട് നല്ല രീതിയിൽ ഹ്യൂജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 lakh ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 20% എക്സ്ട്രാ നമുക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക്. 1 lakh ആവെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 20% പറഞ്ഞാൽ 20,000 നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ടൈം പീരീഡ് വെച്ചിട്ട് നമ്മൾ ബഡ്ജറ്റ് സ്കെയിൽ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള വലിയൊരു റവന്യൂലോട്ട് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്നുള്ളത്, ഇപ്പോൾ പല ബിസിനസ്സുകാർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ നല്ല രീതിയിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു മാർക്കറ്റിംഗ് ചെയ്തിട്ട് സ്റ്റിൽ റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് എൻ്റെ മാർക്കറ്റിംഗ് പ്ലാനിൻ്റെ പ്രോബ്ലം ആണോ അതോ അവിടെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രോബ്ലം ആണോ എന്നുള്ളത്? ഓക്കെ, നിഷാൻ പറഞ്ഞതിൽ ഒരു മിസ്സിംഗ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ 3 കാര്യങ്ങളാണ് വരിക. നിഷാൻ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, പ്രൊഡക്റ്റ് വരുന്നുണ്ട്, അതേപോലെ സെയിൽസും വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാർക്കറ്റിംഗ് പ്ലാൻ സെറ്റ് ചെയ്ത് നമ്മളൊരു സെയിൽസ് ടീമിന് ഒരു എൻക്വയറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ഫസ്റ്റ് ടച്ചിൽ ആ കസ്റ്റമറിൻ്റെ റെസ്പോൺസ് കോമൺ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് നെഗറ്റീവാണ്, അല്ലെങ്കിൽ കസ്റ്റമർ ബെറ്റർ അല്ലാതെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, പോസിറ്റീവ് അല്ല എന്ന് തോന്നിയാൽ അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീൻ്റെ ഫെയിലിയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കുന്ന എൻക്വയറിയിൽ ഫസ്റ്റ് ടച്ച് ബെറ്റർ ആണ്. ഓക്കെ, മാർക്കറ്റിംഗ് ടീം കൊടുക്കുന്ന എൻക്വയറി ഫസ്റ്റ് ടച്ച് ബെറ്റർ ആണ്, അതൊരു പോസിറ്റീവ് ഫോളോ അപ്പിലോട്ട് പോകുന്നുണ്ട്. ബട്ട് സഡൻ ആയിട്ട് നമുക്ക് അവിടെ പെട്ടെന്ന് അത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു റീസൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സെയിൽസ് ടീമിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി അതല്ല, സെയിൽസ് ടീം ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എൻഡിലെത്തുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതല്ലെങ്കിൽ വാല്യൂവിനും ബേസ് ചെയ്തിട്ട് കസ്റ്റമർ അവിടെ അത് ക്ലോസ് ചെയ്യാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് പ്രൊഡക്റ്റിൻ്റെ പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാ 3 സെഗ്മെൻറ്റിലും നമുക്കൊരു കൃത്യമായ മെഷർമെൻറ്റ് ഉണ്ടെങ്കിലാണ് എവിടെയാണ് നമ്മൾ ഫെയിലിയർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ മോസ്റ്റ് ബിസിനസ് ഓണേഴ്സും റിപ്പീറ്റീവ് ആയിട്ട് വരുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തതിൽ റിപ്പീറ്റീവായി വരുന്നൊരു മിസ്റ്റേക്ക് എന്താണ്? അതായത് നമുക്ക് കാണാൻ പറ്റുന്നതിൽ വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് അവരെ സെയിം കോമ്പറ്റീറ്റർ ഒരു നല്ലൊരു ഹ്യൂജ് സക്സസ് മാർക്കറ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കി നല്ലൊരു പ്ലാൻ വെച്ചിട്ട് സെയിം ആ ഒരു ഫോർമാറ്റിലുള്ള സെയിം ക്യാമ്പയിൻ കോപ്പി ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കലാണ് ഫസ്റ്റ് ഓഫ് ഓൾ വലിയൊരു പ്രശ്നമായിട്ടുള്ളത്. രണ്ടാമത്തേത് പറയുന്നത് റോങ് ചാനൽസിന് ചൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോഴും ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള പല ചാനൽസ് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടി വിയിലുള്ള ആഡ് കൊടുക്കുന്ന ഒരു പ്രോസസ്സ്, അതേപോലെ തന്നെ വേറെ കുറേ പ്രോസസ്സുകളുണ്ട്. പലപ്പോഴും പല പ്രോസസ്സും നമുക്ക് കൃത്യമായ റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാണ്ട് വീണ്ടും അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. ഇവിടെ നമുക്ക് ഡാറ്റ വളരെ ക്ലിയർ ആയിട്ട് ആൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. പിന്നുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഓഫർ സെയിം നമ്മളെ മാർക്കറ്റിലുള്ള എല്ലാ ആളുകളും കൊടുക്കുന്ന സെയിം ഓഫർ കൊടുക്കാൻ ട്രൈ ഔട്ട് ചെയ്യുന്നൊരു കാര്യം. കസ്റ്റമർ കൊടുക്കുന്ന മെസ്സേജ്, അതായത് ബാക്കിയുള്ള നമ്മളെ കോമ്പറ്റീറ്റർ പറയുന്ന അതേ കാര്യം കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നുള്ളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നതിൽ വരുത്തുന്ന പ്രശ്നങ്ങൾ. അതായത് ചില ചാനൽസിന് എന്ത് ചെയ്യാണ്, ചാനൽ ദ സെൻസ് ഓഫ്ലൈൻ ആയിട്ടുള്ള പല ചാനൽസും ഓൺലൈൻ ആയിട്ടുള്ള പല ചാനൽസും, ഈ ഒരു ചാനൽസിന് സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലതിൽ കുറച്ച് നമ്മൾ പൈസ സ്പെൻഡ് കുറച്ച് ചിലതിൽ കൂട്ടാനുള്ള ശ്രമം നടത്തുക. ഇവിടെയും കറക്റ്റ് ഡാറ്റ നോക്കാണ്ട് ആണ് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടോട്ടലായിട്ടുള്ള കാര്യങ്ങളാണ് ഓൾമോസ്റ്റ് എല്ലാ കോമൺ ആയിട്ടുള്ള എല്ലാ ബിസിനസ്സും വരുത്തുന്ന മിസ്റ്റേക്ക്.
ഓക്കെ. അപ്പോൾ ചാനൽസ് നമുക്ക് ഏതാണ് ബെറ്റർ ആവണമെന്ന് അറിയണമെങ്കിൽ അവിടെ നമുക്കൊരു പ്രോപ്പർ റിപ്പോർട്ടിങ് അല്ലെങ്കിൽ ഒരു ഡാറ്റ നമുക്ക് അറിഞ്ഞിരിക്കണം. അതെ, തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതിപ്പോ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുന്ന ചാനൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ മെറ്റാഡ്സ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്പെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ എത്ര റിസൾട്ട് വന്നു എന്നുള്ളതും എത്ര കോസ്റ്റ് ആയി എന്നുള്ളതും ഈവൻ കാണുന്നതിനുള്ള ഇംപ്രഷൻ വരെ നമുക്ക് അവിടെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു നോട്ടീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിൽ നിന്ന് എത്ര കോൾസ് നമുക്ക് റിസീവ് ആയി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ എത്ര വാക്കിൻസ് നമുക്ക് കൂടി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പം അങ്ങനെ ഓരോ എന്താണ് ചാനൽ ത്രൂ നമ്മൾ ചെയ്യുന്നതിൽ നമ്മളിലോട്ട് വരുന്ന ഒരു എൻക്വയറിനെ വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇത് ബെറ്റർ ആണോ, ഈ ചാനൽ റോങ് ആണോ എന്നുള്ളൊരു കാര്യം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യത്തെ കണക്ട് ചെയ്തിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഇപ്പോൾ നമ്മള് കോമ്പറ്റീറ്റേഴ്സ് ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഓഫേഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ. ഭയങ്കര ഓഫർ സെയിൽ നടന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ സെയിൽ എന്താവും, അവിടെ എന്താ കമ്മിയാവും, ഡൗൺ ആവും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയ സ്ട്രാറ്റജി എന്താണ് ശരിക്കും? ഇതിപ്പോ ഞാൻ മുന്നേ പറഞ്ഞ ഒരു ആൻസറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അതായത് നമ്മള് കോമ്പറ്റീറ്റർ അഗ്രസീവ് ആയിട്ട് ഓഫർ കൊടുത്ത് ഭയങ്കരമായിട്ട് പ്രൈസ് കട്ട് ചെയ്ത് കൊടുക്കുന്ന സിറ്റുവേഷന് അതേപോലെ നമ്മൾ ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്താൽ രണ്ടുപേർക്കും ഈക്വലായിട്ട് പ്രോഫിറ്റ് നഷ്ടമാവും എന്നുള്ളൊരു പ്രശ്നമാണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് പിന്നെ നമുക്ക് കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു ചീപ്പ് ടൈപ്പ് കസ്റ്റമർ എന്ന് പറയും. അതായത് സ്പെൻഡ് കുറച്ചിട്ട് പ്രൊഡക്റ്റ് മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, അവർ കൂടാനാണ് സാധ്യത. നമുക്ക് എപ്പോഴും ഒരു ലോയൽ ആയിട്ടുള്ള കസ്റ്റമറിനെ ബിൽഡ് ചെയ്യാനാണ് നമ്മളെപ്പോഴും മാർക്കറ്റ് ചെയ്യേണ്ടത്. കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടതും അതിനാണ്. ലോയൽ ദ സെൻസ് നമുക്ക് ആ കസ്റ്റമർ കൂടുതൽ കാലം നമ്മളെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിഷാന്റെ ക്വസ്റ്റ്യനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഓഫർ അവിടെ ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് ഓഫർ കൊടുക്കുമ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ USPനെ ഷോക്കേസ് ചെയ്തിട്ട് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്ന യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം അതൊരിക്കലും നമ്മളെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ആ പ്രൈസ് കട്ട് ചെയ്യുന്ന പേഴ്സണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്യുന്നു, അതിലോട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു. യൂഷ്വലി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓഫേഴ്സ് കാര്യങ്ങൾ നമ്മളിവിടെയും അവൈലബിൾ ആണ് എന്നുള്ളത് കൂടി കൊടുക്കാം. ഈ രണ്ട് ആക്ടിവിറ്റി നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് മിസ്സാവാൻ സാധ്യതയുള്ള പല സെയിൽസ് നമുക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, കോമ്പറ്റീറ്ററും അതുപോലെ നമ്മളും ഒരേ സെയിം സ്ട്രാറ്റജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സോ പക്ഷെ അവിടെ നോക്കുമ്പോൾ നമുക്ക് റിസൾട്ട് ഇല്ല, എന്നാൽ നമ്മളെ കോമ്പറ്റീറ്റേഴ്സിന് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു മെയിൻ റീസൺ എന്തായിരിക്കും? അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി അത് സെയിൽസിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ. പ്രത്യക്ഷത്തിൽ അതായത് സെയിൽസ് ടീം നമ്മൾ കോമ്പറ്റീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഒരു ടീം പോലെ അല്ലെങ്കിൽ അതോടെ സിസ്റ്റം പ്രോപ്പറായിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് വളരെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ അവിടെ കൃത്യമായിട്ട് അവിടെ ഒരു സെയിൽസ് സിസ്റ്റം, സെയിൽസ് പ്ലാൻ അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇവിടെ നമുക്ക് പറയുമ്പോൾ അവിടെ കൂടുമ്പോൾ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെയിം പ്ലാൻ ആയിരിക്കും ഈക്വൽ ആയിട്ട് ഉണ്ടെങ്കിലും നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോണ്ടൻറ്റ്സ്, വീഡിയോസ്, പോസ്റ്റേഴ്സ്, ഇതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഈ ഒരു സെയിം സ്ട്രാറ്റജിയിൽ നമുക്ക് വരുന്ന കസ്റ്റമറും നമ്മൾ കോമ്പറ്റീറ്ററിന് വരുന്ന കസ്റ്റമറും തമ്മിൽ നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റും. അതായത് കോമ്പറ്റീറ്റർ ബെറ്റർ ആയിട്ട് നല്ല വീഡിയോസ് ആ പ്ലാനിനനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ കോമ്പറ്റീറ്റർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ കയ്യിൽ നല്ലൊരു ഏജൻസിയോ തേർഡ് പാർട്ടി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇന്നോസ് ആയിട്ട് നല്ലൊരു പ്രൊഡക്ഷൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കസ്റ്റമർ അവർക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു പറഞ്ഞ ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യത ഉള്ളത്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത് മോസ്റ്റ് ഓഫ് ബിസിനസ് ഓണേഴ്സിനും ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമായിരിക്കും. അതായത് ഞാൻ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യേണ്ടത് ലോങ് ടേമിക്ക് വേണ്ടിയിട്ടാണോ അതോ ഷോർട്ട് ടേമിക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത്. ഓക്കെ. ആദ്യം നമുക്ക് മാർക്കറ്റിങ്ങിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ഒന്ന് ബ്രാൻഡിങ് എന്നുള്ളതും ഒന്ന് കൺവേർഷൻ എന്നുള്ളതും. ഓക്കെ. ബ്രാൻഡിങ് ഓൾവേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ മൈൻഡിൽ നമ്മളൊരു ബ്രാൻഡിനെ വിഷ്വലൈസ് ചെയ്യിപ്പിക്കുക. ഓക്കെ. നമ്മളെ ബ്രാൻഡ് എന്താന്നുള്ളത് ഒരു വിസിബിലിറ്റി കൊടുക്കുക, ആ ബ്രാൻഡിലോട്ട് അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ വീഡിയോയിലോട്ട് ഒരു എൻഗേജ്മെന്റ് കൊണ്ടുവരിക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഓൾമോസ്റ്റ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ബ്രാൻഡിങ് ഓൾവേസ് എപ്പോഴും ലോങ് ടൈമുക്കുള്ള വർക്ക് ആവുള്ളൂ. എക്സാമ്പിൾ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മളൊരു ബ്രാൻഡിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അത് ചിലപ്പോൾ ഒരാൾ ഒരു 3 ടൈംസോ അല്ലെങ്കിൽ ഒരു 10 ടൈംസോ കണ്ടാലുള്ളൂ ഓർത്തിരിക്കാനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഓരോ ആളുകളിലോട്ടും ആ വീഡിയോ എത്താൻ എടുക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലോങ് ആണ്. അത് കൺവേർഷനിലോട്ട് വരുമ്പോൾ
അത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഷോർട്ട് ടൈം ആയിട്ടാണ്. ഓക്കെ. കാര്യം നമുക്ക് എല്ലാ ഡേയ്സും നമുക്ക് സെയിൽസ് വരണം, എല്ലാ ഡേയ്സും നമുക്ക് എൻക്വയറി വരണം. നമുക്കൊരു മന്ത് ക്ലോസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് റവന്യൂ വരണം, അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യണം, അതിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസുകളുണ്ട്, അത് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഓൾവേസ് അത് ഷോർട്ട് ടൈമിലേക്കാണ് എപ്പോഴും പോകുന്നത്. ഇന്ന് സെയിൽ അടക്കണം, അല്ലെങ്കിൽ ഈ വീക്ക് കഴിയുമ്പോഴേക്കും സെയിൽ അടക്കണം, അല്ലെങ്കിൽ ഈ മന്തിൻ്റെ ഉള്ളിൽ സെയിൽ അടക്കണം. ഓക്കെ. ഓക്കെ, അപ്പോൾ അത് ഷോർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യുക. അതെ. ബട്ട് ചില കേസിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർഷൻ എന്നുള്ളത് ലോങ് ടൈം വർക്കിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതായത് എന്താണെന്ന് വെച്ചാൽ സീസണ് ഔട്ടായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കവിടെ സെയിൽസ് എന്തായാലും വർക്ക് ആവില്ല, വളരെ കുറവായിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ ലീഡ്സ് ജനറേറ്റ് ചെയ്തിട്ട് സീസൺ ഇന്നാവുന്ന സമയത്ത്, സീസണ് അത് ഓപ്പൺ ആവുന്ന സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ലീഡ്സിലോട്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, ഒരു എൻഗേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സീസൺ ഇന്നാവുന്ന സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു സെയിൽസ് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു സെയിൽസ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇതാണ് ആ ഒരു ഷോർട്ട് ടൈമും ലോങ് ടൈമും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇപ്പം നിങ്ങൾ പറഞ്ഞു നമുക്ക് ഒരു ബിസിനസ്സിൽ ഒരു സീസൺ ഇന്നായിട്ടുള്ള ടൈമുണ്ട്, സീസൺ ഔട്ട് ആയിട്ടുള്ള ടൈമുണ്ട്. ശരിക്ക് സീസൺ ഔട്ട് ആയിട്ടുള്ള ടൈമിൽ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് ഒരു ബഡ്ജറ്റ് നമ്മൾ സെറ്റ് ചെയ്യണ്ടേ? ഓക്കെ, ബഡ്ജറ്റിന് നമുക്കൊരു ബഡ്ജറ്റ് മാപ്പിംഗ് നമ്മളെ ഏജൻസിക്ക് ഓൾറെഡി ഉണ്ട്. 80-20 മാപ്പിംഗ് എന്നാണ് ശരിക്കും പറയാം. അതായത് നമ്മൾ സീസൺ ഔട്ട് ആയിരിക്കുന്ന സമയത്ത് ഓൾവേസ് നമുക്ക് സെയിൽസ് കുറയും അവിടെ. അപ്പോൾ നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സിനോട്ട് വിസിബിലിറ്റിനെയാണ് കൊണ്ടുവരുന്നത്. ദാറ്റ് മീൻ അവിടെ ബ്രാൻഡിങ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. 80% നമ്മൾ അമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടത് ബ്രാൻഡിങ്ങിനും, 20% സ്പെൻഡ് ചെയ്യേണ്ടത് സെയിൽസിനുമാണ്. സീസൺ ഇന്നാവുന്ന സമയത്ത് അതൊരു വേറെ രീതിയിലാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, നമ്മളെ മാർക്കറ്റിംഗ് പ്ലാനും സെയിൽസ് പ്ലാനും തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് എന്താ? ഓക്കെ, ആക്ച്വലി രണ്ടാണ്. അതെ. അതിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അതിൽ നമുക്കൊരു ഡിഫറൻസിനെ ഒരു ഔട്ട്കം ഡിഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഔട്ട്കം ഇൻ ദ സെൻസ് മാർക്കറ്റിങ്ങിൻ്റെ എപ്പോഴുള്ള ഔട്ട്കം എന്താണ്, വിസിബിലിറ്റി, കസ്റ്റമറുമായിട്ട് എൻഗേജ്മെൻറ്റ്, എൻക്വയറി ജനറേറ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് കൂടുതലും അതിൽ ഔട്ട്കം ആയിട്ട് കിട്ടുക. സെയിൽസിൽ എന്ന് പറഞ്ഞാൽ ഓൾവേസ് അത് ക്ലോസിങ് മാത്രമേ ഉള്ളൂ, അത് ക്ലോസ് ചെയ്യുക എന്നുള്ളൊരു സംഭവം. അപ്പോൾ മാർക്കറ്റിംഗ് ഓൾവേസ് ഏത് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളെ കണക്റ്റഡ് ആയിട്ടും, സെയിൽസ് എന്ന് പറയുന്നത് ഒരു ക്ലോസിങ് മാത്രം ഫോക്കസ്ഡ് ആയിട്ട്. അപ്പോൾ ഒരു സെയിൽസ് പ്ലാനിലോട്ട് പോകുമ്പോൾ കുറച്ച് നമുക്ക് ഡീപ്പായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളെ കസ്റ്റമർ എൻക്വയറി വന്നത് മുതൽ അയാളെ ഫസ്റ്റ് ടച്ച് ചെയ്യുന്ന ടൈമിങ്, അത് കഴിഞ്ഞിട്ട് അയാളെ ഫോളോ അപ്പ് ചെയ്യുന്ന ടൈംസ്, എത്ര ടൈമിൽ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ള ടൈംസ്, അത് കഴിഞ്ഞിട്ട് അയാളെ ആ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അർജൻസി. ഓക്കെ, ഇതൊക്കെയാണ് ഓവറോൾ പ്രോസസ്സ്, അല്ലെങ്കിൽ ഇതാണ് ഈ ഒരു പൈപ്പ് ലൈനിലൂടെയാണ് ആ ഒരു കസ്റ്റമർ ക്ലോസ് ആവുന്നത്. അതിനെ വളരെ സ്മൂത്ത് ആക്കുക, സിസ്റ്റമൈസ്ഡ് ആക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പല ടൂൾസും നമ്മൾ CRM പോലെ പല ടൂൾസും കൊണ്ടുവരിക, ബഡ്ജറ്റ് പലതിലും അലോക്കേറ്റ് ചെയ്യുക. ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് ആക്ച്വലി സെയിൽസ് പ്ലാൻ. മാർക്കറ്റിംഗ് പ്ലാൻ ഓൾറെഡി നമ്മൾ ഇപ്പോൾ ഓവറോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മളെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു വാറ് കഴിഞ്ഞിട്ട് അതിനൊരു ആഫ്റ്റർ എഫക്റ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു കൺട്രീസിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ മാർക്കറ്റിംഗ് പ്ലാൻ സെറ്റ് ആക്കേണ്ടത്? ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളെ കണക്ട് ചെയ്തിട്ട് അവരായിട്ട് സംസാരിച്ചിട്ടും ഒരു പ്രതിസന്ധി എന്നുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ട്, ആക്ച്വലി ഗോയിങ് ഓൺ ആണത്. അവിടെ ഉള്ളൊരു പ്രോബ്ലം, പല പ്രൊഡക്റ്റ് സർവീസസിനും നമുക്ക് സപ്ലൈ കൂടുതലാണ്. ദാറ്റ് മീൻ അത് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സെല്ല് ചെയ്യുന്ന ആളുകൾ ഭയങ്കര കൂടുതലാണ്, പക്ഷെ ഡിമാൻഡ് പൊതുവെ കുറഞ്ഞൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, ട്രാവലിംഗ് ഇൻഡസ്ട്രി നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു ദുബായിൻ്റെ ട്രാവലിംഗ് ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ദുബായിന് റവന്യൂ കൊണ്ടുവരുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ ഈ വാറ് വന്നു, അതിൻ്റെ സേഫ്റ്റി അങ്ങനെയുള്ള പല റീസൺ കൊണ്ടും അവിടെ എന്ത് സംഭവിക്കുകയാണ്, അവിടെ കൂടുതൽ ആളുകൾ വരുന്നില്ല അപ്പോൾ. ഓക്കെ, ബട്ട് അവിടെ നമുക്ക് അതിൻ്റെ പാക്കേജ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ടൂറ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരുപാട് ബിസിനസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻ അവിടെ എന്താണ്, സപ്ലൈ കൂടുതലാണ്, ബട്ട് നമുക്ക് ആ ഒരു ട്രാവലിംഗ് അല്ലെങ്കിൽ ആ ഒരു ടൂറ് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കുറവാണ്. ഇതാണ് ആക്ച്വലി ഇപ്പോൾ പല പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിലും ഗൾഫ് കൺട്രീസിൽ, എസ്പെഷ്യലി GCCയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. സോ ഈ ഒരു ടൈമിൽ നമുക്ക് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് ടൈറ്റനായിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ചില ഇൻഡസ്ട്രീസിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ
പല മാർക്കറ്റിംഗ് ചെയ്യാത്ത പല ആളുകളും ഓട്ടോമാറ്റിക്കലി അവർക്ക് ബിസിനസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല ആളുകളും ചിലപ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 100 ബിസിനസ് ഉണ്ട്. ഓക്കെ, അവിടെ ഒരു 500 കസ്റ്റമർ ആണെങ്കിൽ ഈ 500 കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഈ 100 ബിസിനസ്സും ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കും. അതെ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്കവിടെ ഈ ലീഡ് കിട്ടണം, അല്ലെങ്കിൽ നമുക്കവിടെ നമുക്ക് നല്ലൊരു വിസിബിലിറ്റി ഉണ്ടാവണം, നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളതിൻ്റെ അപ്പുറം കൃത്യമായൊരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക. എനിക്ക് ഈ ഒരു മന്തിൽ വേണ്ട കൗണ്ട് ഓഫ് സെയിൽസ് ഇത്രയാണ്. അത് എന്താവണം, റവന്യൂവിനെ ഡിപ്പെൻഡഡ് ആവണം. നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന റവന്യൂവിനെ ഡിപ്പെൻഡഡ് ആവണം. അങ്ങനെ ആ ഒരു ഗോൾ ഓറിയൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന തേർഡ് പാർട്ടി ഏജൻസീസ്, ഇന്നോസ് ആണെങ്കിൽ പോലും ആ ഒരു ഗോൾ ഓറിയൻ്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ആ ഗോളിന് വേണ്ട എക്സാക്റ്റ് എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് ആവശ്യമെല്ലാം തോന്നുന്ന ഒരുപാട് ചാനൽസുകൾ നമ്മൾ കട്ട് ചെയ്യുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് അത് ഒരു മണി സ്പെൻഡിങ് മെഷീനാണ്. അതിന് നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ബെറ്റർ ആയിട്ട് മൂവ് ചെയ്യാനും നമ്മൾ ആ ഒരു സെയിൽസ് അച്ചീവ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി എന്താ GCC നോക്കുകയാണെങ്കിൽ ട്രാവൽ ഇൻഡസ്ട്രി ഡൗൺ ആണ്. അപ്പൊ അതുപോലെ ഇങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രി ഇപ്പൊ ഡൗൺ ആയി കിടക്കുന്നുണ്ടാവും. സോ അപ്പൊ ഇവരൊക്കെ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്തായിരിക്കും? അതായത് അവർക്ക് ഡയറക്റ്റ് എൻക്വയറി ജനറേറ്റ് ചെയ്യുന്ന ഏത് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഏത് ചാനലാണോ ആ ചാനൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതായത് സെയിൽസ് എന്നുള്ളൊരു ഫോക്കസ് മാത്രം ഉണ്ടായിരിക്കുക. ആ സെയിൽസ് ഏറ്റവും കൂടുതൽ അവർക്ക് ഇപ്പോൾ ഇതിനു മുമ്പും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനലിലോട്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റ് കൺസിഡർ ചെയ്യുക. ചില ഇൻഡസ്ട്രീസിലാണ് ഇത് ഡയറക്റ്റ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്, ചില ഇൻഡസ്ട്രീസിൽ ഇത് ഭാഗികമായിട്ടുള്ളൂ, പല ഇൻഡസ്ട്രീസും ചിലപ്പോൾ അത് ഫുഡായിരിക്കാം, ഫുഡ് പ്രൊഡക്ട്സ് ആയിരിക്കാം, അതിപ്പോഴും പ്രോപ്പറായിട്ട് ഒരേപോലെ തന്നെ അത് വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഇതിനെ പറ്റിയിട്ട് ഒരു ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയൊരു അടുത്തൊരു എപ്പിസോഡ് കൂടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഷുവറായിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ.